ഇതെന്താ കയ്യല്ലേ തട്ടോട്ടിട്ടുണ്ടോ? എന്തോ ഇട്ടിട്ടുണ്ട്. പ്രാവ്. ഇത് മറ്റേ മുട്ടയിടുന്ന പ്രാവ്. മുട്ട ഉണ്ടോ? കയ്യിലുണ്ടോ? മുട്ട ഉണ്ടോ? എന്നാ ഒന്ന് ഇടിയച്ചതിനെ മുട്ട ഇടി. അത് പാട്ട് വെച്ചാലേ ഇത് പാട്ട് വെച്ചാലേ ഇടുള്ളൂ. അവന് നടക്കും ചെലപ്പോ. എന്തോ അത് നടക്കും ചെലപ്പോ. നടക്കുവോ? നോക്കട്ടെ, നടക്കുന്നു നോക്കട്ടെ. നടക്ക് പ്രാവേ. എന്റെ കൂടെ ഒരു ആന്റി വന്നിട്ടുണ്ട്. അതേതാ ആന്റിയാ? ഗ്ലിപ്സ് ആന്റിയും പിന്നെ അജയ്ന്റെ മമ്മിയും ആ. പിന്നെ എസ്തറും. ഹലോ, ടോപ്പ് സിംഗറിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊരു ഹലോ. അതെ, ഹായ്. അതെ, ഹായ്. പ്രാവ് ഓണായി. ഓണായോ? പ്രിപ്പയർ ചെയ്തു. എന്നാ ഓണാക്കി വേഗം വെക്കാം. വേഗം താഴെ വെക്ക്. മുട്ട ഇടും. മുട്ടയിട്ടല്ലോ. എപ്പൊ തന്നെ ഇട്ടോ? ആ, പച്ചപ്പത്തേക്ക് മുട്ടയിട്ടു. എവിടെ? അത് സ്റ്റക്കാവും. അതാ മുട്ട. പിന്നെ വന്നു മുട്ട. കുഞ്ഞു മുട്ടകളാട്ടോ. പ്രാവിനെ കൊണ്ട് മുട്ട ഇടിക്കാനാണോ പാട്ട് പാടാനാണോ? എന്തിനാ ഇവിടെ വന്നേ? പാട്ട് പാടാൻ ഓ, അപ്പൊ പാട്ട് പ്രാവിനെ പാടാൻ. എനിക്ക് തരണം, എന്നിട്ട് പാട്ട് പാടണം. ഞാൻ പാട്ടാടും. ഞാൻ പാട്ട് പാട്ട് പാടും. പാടും. ഏത് പാട്ടാ? കുട്ടിനീലം കിളി. കൂട്ടിനിളം കിളി. ഓ, അതിന്റെ ഡീറ്റെയിൽസ് അറിയോ? ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞു. പിന്നെ പിന്നെ പറഞ്ഞു പിന്നെ തരുമോ? മറന്നു. ആ, മറന്നോ? മറന്നു. ആ, ഈ ഉടുപ്പ് ഓ. നന്നായിട്ടുണ്ട് ട്ടോ. ഉഗ്രൻ ഉടുപ്പാണല്ലോ ഇത്. ആ. ഇത് തലയില് കെട്ടി വെച്ചതാ. എന്താ? തലയിന്മേല് കെട്ടി വെച്ചതാ. തലയില് കെട്ടി വെച്ചിരിക്കാ. ഓ, അത് നല്ല ശരി. ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും തലയിൽ തൊപ്പിയോ എന്താ അത്? ഡ്രസ്സിന്റെ ഷോളാ. അല്ല ഈ തിളങ്ങണ സാധനം തലയില് അത് മുട്ടും. മുത്ത അത് ഷോളിന്റെ തന്നെയാ. ഷോളിന്റെ തന്നെയാണ്. ഓ, ഓ അത് ഷോളിൽ ഇല്ലതല്ല. ഉള്ളതല്ല. ആ, പക്ഷേ മുട്ടായ്മ ചിലപ്പോ വേറെ ആ. ദിവസം ആ മുത്തിന്റെ 3 മുട്ടായി മഴയിലേക്ക് എത്തി നേരെ. പൊതിലൊരു മുട്ടായ്മ എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഡീറ്റെയിൽസ് എന്താണ് പാട്ടിന്റെ? ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞില്ലേ അറിയില്ലാന്ന്. ആ, അറിഞ്ഞൂടാ. അപ്പൊ പാട്ട് അറിയില്ല. പാടുവല്ലേ? ആ. പാട്ട് പാടുവല്ലോ. പാടുവോ? അതറിയോ? പാട്ട് പാടുവോ? ഓ, ഓ, ആ, പാടും. അപ്പൊ നമുക്ക് പാടാം. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു പേടിണ്ടാവും. ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം. പഠിച്ചും തെറ്റാൽ എനിക്ക് ഒരു പേടി. പാടരുത്. മമ്മീന്റെ കൈ കൊടുത്തോ ഇത്. ശരി മാം. ആ ശരി. അത് അങ്കിളുടെ കൈ തന്നാ മതി. അങ്കിൾ മതിയോ? എടുത്തോളാം. ആ, ആ, എസ്തറിന്റെ കയ്യിൽ കൊടുത്താടി. മമ്മീന്റെ കൈ കൊടുക്കണ്ടേ? ഇത് എസ്തറിന്റെ കൊടുത്താൽ മതി ഒന്ന്. അങ്കിളിന് കൊടുക്കട്ടെ. അങ്കിൾ എടുത്തോട്ടെ. വേണ്ട, അങ്ങൾക്ക് കൊടുക്കണ്ട. എസ്തർക്ക് കൊടുത്താടി. അങ്കിള് തന്നില്ലെങ്കിൽ മുട്ടായി മഴ പെയ്യില്ല. വേണ്ട അയ്യോ, എനിക്ക് പേടി. കാലത്ത് വേണ്ട, എസ്തർക്ക് കൊടുത്താടി. ഇല്ല, എസ്തർ കൊടുക്ക. എസ്തർ കൊടുക്ക. ആ, മതി, മതി, മതി. കൊടുത്തു. എം ജെ സാർ എന്തിനാണ് അതൊക്കെ എസ്തറിന് കൊടുത്തേ? അതൊന്നും വേണ്ട. ഓക്കെ. ആ ചേച്ചി കുട്ടോ. ആര് ചേച്ചിക്ക് വേണേ കൊടുത്തോ. ഗുഡാ. ആശിച്ച് ഗുഡാന്ന്. ഈ കളർ നോക്കുമ്പോൾ പച്ചപ്പുളിച്ചാടിന്റെ പോലത്തെ കളർ പോലുണ്ട്. എന്റെ ഒരു പച്ചപ്പുൽച്ചാടി കളറുണ്ട്. മംഗളുണ്ട്. എന്റെ ഒരു ആ ഷർട്ടില്ലേ എന്റെ അത് വച്ചാക്കണം. അത് അത് പച്ച പച്ച ആക്കണം. പച്ചയാക്കണം. എത്രയും വേഗം. അതെങ്ങനെ ചെയ്യും? നല്ല പച്ചപ്പുൽച്ചാടി നമുക്ക് ഈ പച്ച കളറിലെ കപ്പില് പച്ച പെയിന്റ് ഇട്ട് അതിനുള്ളിൽ മുക്കാതെ വെക്കാം. എം ജെ സാർ എം ജെ അങ്കിളിനെ പെയിന്റിൽ മുക്ക. എന്റെ ഡ്രസ് മുക്കിയാ മതി. അങ്കിളിനെ മുക്കണ്ട. ഓക്കെ, ഡ്രസ് Dress ഊരി മുക്കിയാ മുക്കിയാ മതി. മതി. ആ, എല്ലാ പാട്ടും അമ്മയെ നോക്കിയല്ലേ പാടണേ. അപ്പൊ അമ്മ എങ്ങനെ കാണാൻ പഠിച്ചിരിക്കാണ്? മോളുടെ പാട്ട് കംപ്ലീറ്റ് കാണാൻ ആ, പഠിച്ചിരിക്കുകയാണ്. അതെ. അമ്മ ഇവിടെ ലിപ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അമ്മയ്ക്കാണ് ടെൻഷൻ. പക്ഷെ ഫാൻസി സംഘം വന്നില്ലേ ഇതുവരെ? ഒറ്റപ്പുളിച്ചാടിയില് കണ്ടില്ല ഫാൻസി സംഘം. അന്ന് കണ്ടില്ലെന്ന് ഫ്രാൻസിസിനെ കണ്ടില്ല. എവിടെയായിരുന്നു ഇത്? എവിടെയായിരുന്നു എന്ത് ഫ്രാൻസിസ്? ഫ്രാൻസ് വേറെ ദിവസം ക്രിസ്മസിന് എഞ്ചങ്ങളെ വിളിച്ചില്ല. അതിന് ഞാൻ ഒരു ആംബുലൻസിനും വിളിച്ചിട്ടുണ്ട്. ആംബുലൻസിലോ? അതെന്തിനാ? എന്തിനാ? അതെഞ്ചങ്ങള് ഡാൻസ് കളിക്കാണ്. അയ്യോ, എംജങ്ങളിന് ഡാൻസ് കളിക്കാനുള്ളതുകൊണ്ട് അവളെ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞില്ലേ ആംബുലൻസ് വിളിക്കേണ്ടി വരുന്നത്. കൂടെ ഞാൻ ഡാൻസ് ചെയ്ത് കഴിഞ്ഞിട്ടെ ആ, വയ്യാണ്ടാവുമ്പോ വയ്യാണ്ടാകുമ്പോഴത്തേക്ക് പെറുക്കി എടുത്തോണ്ട് പോകാൻ വേണ്ടി